കഥയുടെ തുടക്കത്തിൽ നമ്മൾ കുട്ടി ഹീറോയിനെ കാണിക്കാണ്. അവളെ നമുക്ക് ലക്ഷ്മി എന്ന് വിളിക്കും. അവളെ ഒരു സ്കേറ്റിംഗ് ബോർഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവളുടെ ബ്രദറിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. എന്നാൽ അതേ സമയത്ത് അവളുടെ ഒന്നിച്ച് പഠിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ട സമയത്ത് അവൾക്ക് ഒരുപാട് വിഷമമാണ്. വീട്ടിൽ ഒരുപാട് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് വീട്ടു ജോലി ചെയ്യുകയും അതൊക്കെ കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ കടല വിൽക്കാനും പോവാറാണ് പതിവ്. ഒരു ദിവസം അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അനുജനെ പോയി കൂട്ടുകയാണ്. എന്നാൽ സാറാണെങ്കിൽ നീ എന്താ ഇപ്പൊ സ്കൂളിലേക്ക് വരാതെ, ഒരുപാട് ദിവസമായാലും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ വീട്ടിലെ സാഹചര്യം അത്ര നല്ലതൊന്നല്ല, എന്നാലും ഞാൻ നാളെ മുതൽ അവളെ അയക്കാമെന്ന് പറയാണ്. അങ്ങനെ അവൾ അവളുടെ യൂണിഫോം എടുത്ത് നോക്കുന്ന സമയത്ത് അത് അവൾക്ക് ഒരുപാട് ചെറുതായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് വിഷമിച്ചിരിക്കുന്ന അനിയനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു വെള്ള ചുരിദാർ ആരും കാണാതെ മോഷിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ എന്റെ നീല കളറാട പൊട്ട എന്നും പറയുന്നുണ്ട്. രാത്രിയായ സമയത്ത് അവൾ അത് ഒരു ഉജാലയിൽ മുക്കി വെക്കാണ്. രാവിലെ സ്കൂളിൽ സമയത്ത് അവിടെ എവിടെയും നീല കളർ പടർന്ന് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്ക് തന്നെ എന്തോ പോലെ തോന്നാണ്. നോട്ട് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് സാർ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം പോയിട്ട് അടിച്ചു മാറി വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റും കൊടുക്കും. പിന്നീട് സ്കൂൾ വിട്ടതിന് ശേഷം ലക്ഷ്മി ആണെങ്കിൽ ബുക്ക് വാങ്ങാൻ കടയിൽ പോകും. കടയിൽ പോയി നോക്കുന്ന സമയത്ത് 20 രൂപയായിരിക്കും ബുക്കിന് പറഞ്ഞിട്ടുണ്ടാവും. അത് കണ്ട് വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് സോനം വരുന്നുണ്ടാവും. ഇതിലുള്ള ഓരോ ആൾക്കാരുടെ പേരും ഞാൻ തന്നെ എന്റെ വായിക്ക് തോന്നുന്നത് പോലെ ഇട്ടതാണ്. കാരണം ഉണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റണ്ടേ, അഥവാ ഞാൻ മറന്നുപോയാലോ. സോനത്തിനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളെ ലക്ഷ്മിയുടെ അനിയനാണെങ്കിൽ സോനത്തിന്റെ ദേഹത്തേക്ക് അറിയാതെ ചെളി തെറിപ്പിക്കും. അത് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ക്ഷമിക്കണേ, അത് എന്റെ അനിയനാ, ഞാൻ നിങ്ങളെ കഴുകാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പൈപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആൻഡ് അതിനുശേഷം വാഷ് ചെയ്ത സമയത്ത് നിങ്ങൾ കല്യാണം കഴിച്ചോ, എത്ര കുട്ടികളാണെന്ന് നമ്മളെ ലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് സോന ആണെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായിട്ടും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയാണ്. അയ്യോ അതെന്ത് പറ്റി, എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കല്യാണം കഴിച്ചു, ഇനി ഞാനേ കല്യാണം കഴിക്കാനുള്ളൂ എന്ന് ലക്ഷ്മി പറയും. നീ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അതും അവൾ പറഞ്ഞു കൊടുക്കാണ്. പെട്ടെന്നാണ് ലക്ഷ്മിയുടെ അനിയൻ ആ വണ്ടിയും കൊണ്ട് വന്നത്. ഇതെങ്ങനെയാ ആക്കുക എന്ന് ചോദിച്ചിട്ട് അവൾ അത് ലൈവായിട്ട് ഇൻസ്റ്റഗ്രാം. പിന്നീട് ലക്ഷ്മിയുടെ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സോനാണെങ്കിൽ അവൾക്ക് യൂണിഫോമും ബുക്കും വാങ്ങിക്കൊടുക്കാണ്. അതേസമയത്ത് സോന തന്റെ ഫോണിൽ അവളുടെ അനിയന്റെ ആ ഒരു വണ്ടി വരക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ ഞങ്ങളുടെ കൂടെ വരച്ചിരുന്നു ചോദിക്കാൻ അവളും അതിനെന്താന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാ മക്കളും അവരുടെ ഓരോ വണ്ടി എടുത്തു കൊണ്ടുവരാണ്. അതിനൊക്കെ ഒരു സ്കേറ്റിംഗ് ബോർഡ് മാതിരി അവർ വീലും കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ അവരുണ്ടാക്കിയതായിരിക്കും. പെട്ടെന്ന് സോനത്തിന്റെ ഫ്രണ്ട് അവളെ കാണാൻ വേണ്ടി സ്കേറ്റിംഗ് ബോർഡിൽ വന്ന സമയത്ത് ലക്ഷ്മിക്കാണെങ്കിൽ അത് ചെയ്യണമെന്ന് ഭയങ്കര കൊതിയായിരിക്കും. അവളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നുകയാണ്. പിന്നീട് ഇവർ കമ്പ്യൂട്ടർ ലാബിൽ നിന്നും സ്കേറ്റിംഗ് ബോർഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിലൂടെ കണ്ടുപഠിക്കാണ്. പിന്നീടാണെങ്കിൽ സോനത്തിന്റെ ഫ്രണ്ട് ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് ലക്ഷ്മിക്ക് കൊടുക്കാണ്. അവളാണെങ്കിൽ രാപ്പകലില്ലാതെ അതിലാണെങ്കിൽ ഓടിച്ചിട്ടും ചാടിച്ചിട്ടും ഒക്കെ കളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാണ്. ഇത് മനസ്സിലാക്കി ലക്ഷ്മിക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾക്ക് സോനും അവന്റെ ഫ്രണ്ടും സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിക്കൊടുക്കുകയാണ്. ഈ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതിലാണ് ഇൻട്രസ്റ്റ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ക്ലാസ്സിലെ കുട്ടികൾ വരാതായ സമയത്ത് സ്കൂളിൽ നിന്നും ഈ പരിപാടി നിർത്തണം എന്നും പറയാണ്. നാട്ടുകാർക്കും പോകാനും വഴിയെ കൊടുക്കുന്നില്ല, എല്ലാവരും ഇതന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. ഇനി ഇത് ഉണ്ടാവില്ല. നാട്ടിലെ കുട്ടികളെല്ലാവരും സ്കേറ്റിങ്ങിന് നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സോനാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെയും കൊണ്ട് ഓരോ സ്ഥലത്തും കയറി ഇറങ്ങായിരിക്കും. എന്നാൽ ഗവൺമെന്റ് ആണെങ്കിൽ അതിനൊരു സ്ഥലവും കൊടുക്കുന്നുണ്ടാവില്ല. അതൊക്കെ നല്ല കാര്യങ്ങളല്ല എന്ന് പറയാണ്. അതേസമയത്ത് ആ നാട്ടിലെ റാണിനെ പോയി കാണാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. റാണിക്ക് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലായതും അവരുടെ സ്ഥലം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് അവളുടെ ഒരുപാട് ഫ്രണ്ട്സ് വന്നതും സ്കേറ്റിങ്ങിന് വേണ്ടി ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതേസമയത്ത് ലക്ഷ്മി ആണെങ്കിൽ രാത്രി എന്നില്ല രാവിലെ എന്നില്ല എപ്പോഴും സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കാലുളുക്കാണ്. ലക്ഷ്മിയുടെ അച്ഛൻ ദേഷ്യം വന്നിട്ട് സോനത്തിന്റെ അടുക്ക പോയിട്ട് എന്റെ മകളുടെ പിന്നാലെ നടക്കാൻ പാടില്ല, അവളെ കല്യാണം ഞാൻ കഴിപ്പിച്ച് വിടുകയാണ് എന്നൊക്കെ പറയാണ്. അതേസമയത്തായിരിക്കും സ്കേറ്റിംഗ് കോമ്പറ്റീഷനും നടക്കാൻ പോകുന്നത്. ഇവിടെയാണെങ്കിൽ ലക്ഷ്മിയുടെ കല്യാണ ആലോചനയും നടക്കുകയാണ്. ലക്ഷ്മിയുടെ പെണ്ണുകാണലും കഴിഞ്ഞു. കല്യാണ ദിവസമാണെങ്കിൽ ലക്ഷ്മി ആണെങ്കിൽ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിലെ ഓടും പൊളിച്ച് ഒരു സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആയി വരുന്ന സമയത്ത് റോഡിലൂടെ സ്കേറ്റ് ചെയ്ത് പോകുന്നത് കാണുന്ന റാണിയാണെങ്കിൽ അവളെ കാറിൽ കയറ്റാണ്. എന്നിട്ട് അവിടത്തേക്ക് കൊണ്ടുപോകും. ഫസ്റ്റ് കിട്ടുന്നതും അവൾക്ക് തന്നെയായിരിക്കും. റാണി അവൾക്ക് പതക്കം കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ട് ആദ്യമൊക്കെ തെറ്റാണെന്ന് വിചാരിച്ച അവളുടെ അച്ഛനും അമ്മയും വളരെ ഹാപ്പി ആയിരിക്കുന്നതും കാണിച്ചിട്ട് സിനിമ അവസാനിക്കുകയാണ്.